أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كل ذلك كان سيئه عند ربك مكروها. ذلك مما أوحى إليك ربك من الحكمة. ولا تجعل مع الله إلها آخر فتلقى في جهنم ملوما مدحورا. أفأصفاكم ربكم بالبنين واتخذ من الملائكة إناثا إنكم لتقولون قولا عظيما. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 889 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ ഇസ്രായിലെ 38 മുതൽ 40 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുല്ലു ദാലിക കാന സയ്യിഉഹു ഇൻദ റബ്ബിക മക്രൂഹ. ദാലിക മിമ്മാ ഊഹാ ഇലൈക റബ്ബുക മിനൽ ഹിക്മ. വലാ തജ്അൽ മഅല്ലാഹി ഇലാഹൻ ആഖർ فتلقى في جهنم ملوما مدحورا. أفأصفاكم ربكم بالبنين واتخذ من الملائكة إناثا إنكم لتقولون قولا عظيما. صدق الله العلي. സൂറത്തുൽ ഇസ്രായിലെ 38 മുതൽ 40 വരെയുള്ള ആയത്തുകളാണ് കേൾപ്പിച്ചിട്ടുള്ളത്. ഈ സൂറത്തിന്റെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് വളരെ പ്രാധാന്യമുള്ള ചില നിർദ്ദേശങ്ങളും മാർഗദർശനങ്ങളും നൽകപ്പെടുകയാണ്. ഒരു സമൂഹം രൂപപ്പെട്ടു വരുമ്പോൾ ഒരു സംസ്കാരവും നാഗരികതയും ഒരു രാഷ്ട്ര നിർമ്മിതിയുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അതിലേക്ക് കാലെടുത്തു വെക്കുന്ന ഒരു ഘട്ടത്തില് ആ സമൂഹത്തിന് ഏറ്റവും അനിവാര്യമായ മാർഗദർശകമായ ചില കാര്യങ്ങളാണ്, ചില നിർദ്ദേശങ്ങളായും ചില വിലക്കുകളായും ഒക്കെ ഇവിടെ നൽകപ്പെട്ടിട്ടുള്ളത്. ചിലത് കൽപ്പനകളുടെ സ്വഭാവത്തിലുള്ളതാണ്, നിങ്ങൾ അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട്. വേറെ ചിലത് ഇങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ളതാണ്. എന്നിട്ട് ഈ ഭാഷണത്തിന്റെ ഒരു പരിസമാപ്തി എന്ന നിലക്ക് അത് അവസാനിപ്പിക്കുന്ന വിധത്തിലുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ വായിച്ച ആയത്തുകളിൽ കാണാൻ സാധിക്കുക. കുല്ലു ദാലിക കാന സയ്യിഉഹു ഇൻദ റബ്ബിക മക്രൂഹ. ഇവയൊക്കെയും തന്നെ, ഈ സംഗതികളിൽ ഓരോന്നിലും മുകളിൽ പരാമർശിച്ച പല നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്. നമ്മൾ വായിക്കുകയുണ്ടായി. ദാരിദ്ര്യം ഭയന്നുകൊണ്ട് മക്കളെ കൊല്ലരുത്, മാതാപിതാക്കളോട് ഏറ്റവും കരുണയോടും ആർദ്രതയോടും കൂടി വർത്തിക്കണം, വ്യഭിചാരത്തോട് അടുത്തു പോകരുത്, അള്ളാഹു നിഷിദ്ധമാക്കിയ, അള്ളാഹു പാവനമാക്കിയ മനുഷ്യജീവനെ എടുത്തു കളയരുത്, അനാഥയുടെ സമ്പത്തിനെ സമീപിക്കുക പോലും ചെയ്ത് കളയരുത്, അളത്തത്തിലും തൂക്കത്തിലും ഒക്കെ കൃത്യത പാലിക്കണം, അറിയാത്ത കാര്യങ്ങളിൽ അതിന്റെ പുറകിലായിട്ട് നിലക്കൊള്ളരുത്, ഭൂമിയിൽ അഹങ്കാരത്തോടു കൂടി നടക്കരുത് തുടങ്ങിയിട്ടുള്ള നിർദ്ദേശങ്ങളും കൽപ്പനകളും ഒക്കെയാണ് നമ്മൾ കാണുകയുണ്ടായത്. അതിന്റെ തുടർച്ചയായിട്ടാണ് പറയുന്നത് കുല്ലു ദാലിക, ഇവയൊക്കെയും തന്നെ കാന സയ്യിഉഹു,
അതിന്റെ ദൂഷ്യങ്ങൾ എന്താ റബ്ബിക മക്രൂഹ, നിശ്ചയമായിട്ടും നിന്റെ റബ്ബിന്റെ അടുക്കൽ വെറുക്കപ്പെട്ടതാണ്. ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ട ദൂഷ്യങ്ങളുള്ള സംഗതികൾ, അല്ലെങ്കിൽ ഇവിടെ ഉന്നയിക്കപ്പെട്ട വിഷയങ്ങളിലെ ദൂഷ്യങ്ങളായിട്ട് മനസ്സിലാക്കപ്പെടുന്നതൊക്കെയും തന്നെ അള്ളാഹുവിന്റെ അടുക്കൽ വെറുക്കപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ വീക്ഷണത്തിൽ അള്ളാഹുവിന്റെ അതിനോടുള്ള സമീപനം, അവൻ അതിനോട് ഏറെ വെറുപ്പ് കാണിക്കുന്നു എന്നതാണ്. ഓരോ സത്യവിശ്വാസിയും അള്ളാഹുവിന്റെ വെറുപ്പുളവാക്കുന്ന, അള്ളാഹു വെറുപ്പ് കാണിക്കുന്ന വിഷയങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ട് മാറി നിൽക്കുകയാണ് വേണ്ടത്. അപ്പൊ അള്ളാഹുവിന് വെറുപ്പുള്ള സംഗതികളായിട്ടാണ് ഈ സയ്യിആത്തുകളെ അള്ളാഹുവിടെ പരാമർശിച്ചിട്ടുള്ളതൊക്കെ തന്നെ. കുല്ലു ദാലിക കാന സയ്യിഉഹു ഇൻദ റബ്ബിക മക്രൂഹ. ഇവിടെ സയ്യിഅത്തായിട്ട് കാണപ്പെടുന്ന ദൂഷ്യ ഫലങ്ങളുള്ള, ദൂഷ്യങ്ങളായിട്ട് കാണിക്കപ്പെടുന്ന, ചിത്രീകരിക്കപ്പെട്ടിട്ടുള്ളതൊക്കെയും തന്നെ അള്ളാഹുവിന്റെ അടുക്കൽ വളരെയേറെ വെറുക്കപ്പെട്ട സംഗതിയാണ് എന്നാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അള്ളാഹു ഇഷ്ടപ്പെടാത്തതും അള്ളാഹു അനിഷ്ടവും വെറുപ്പും രേഖപ്പെടുത്തിയതുമായ കാര്യങ്ങളാണ് ഈ പരാമർശിക്കപ്പെട്ട വിഷയങ്ങളിലെ സയ്യിആത്തായ കാര്യങ്ങളൊക്കെ തന്നെ. ദാലിക മിമ്മ ഔഹാ ഇലൈക റബ്ബുക മിനൽ ഹിക്മ. നിന്റെ നാഥൻ നിനക്കായിട്ട് തന്നിരിക്കുന്ന സാരോപദേശങ്ങളും തത്വങ്ങളും അടങ്ങിയ കാര്യങ്ങളിൽ ഉൾപ്പെട്ടതാണ് ഇവയൊക്കെയും തന്നെ. അള്ളാഹു തന്റെ ദൂതന് മനുഷ്യരാശിയെ വഴി കാണിക്കുന്നതിന് വേണ്ടി നൽകിയിട്ടുള്ള സാരോപദേശങ്ങളും തത്വങ്ങളും ഒക്കെ അടങ്ങിയതാണ്, അതിൽ പെട്ടതാണ് ഇവയൊക്കെയും തന്നെ. ദാലിക മിമ്മ ഔഹാ ഇലൈക റബ്ബുക. നിന്റെ നാഥൻ നിനക്ക് ദിവ്യ വെളിപ്പാടായിട്ട്, വഹിയായിട്ട് നൽകിയവയിൽപ്പെട്ട. മിനൽ ഹിക്മ. ഹിക്മ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ അർത്ഥ തലങ്ങളുള്ള ഒരു പ്രയോഗമാണ്. പലപ്പോഴും വിസ്ഡം എന്നൊക്കെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാറുള്ള ഒരു പദമാണ്. പ്രായോഗിക ജ്ഞാനം, അല്ലെങ്കിൽ പൊരുളടങ്ങിയിട്ടുള്ള ഒരു തത്വം, സാരോപദേശം, ഇങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തമായ അർത്ഥതലങ്ങളിൽ നമ്മൾ അതിനെ മനസ്സിലാക്കാറുണ്ട്. ഒരു അടിസ്ഥാന വിശ്വാസത്തെ അതിന് ഉപോത്ബലകമായി നിർദ്ദേശിക്കപ്പെടുന്ന, അതിന്റെ പൂർത്തീകരണത്തിന് ഉപകരിക്കുന്ന വിധത്തിലുള്ള പ്രായോഗികമായ പല തലങ്ങളും വശങ്ങളും ചൂണ്ടിക്കാണിക്കപ്പെടുന്ന അർത്ഥസമ്പുഷ്ടമായ സാരം ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധത്തിലുള്ള ആശയങ്ങളാണ് ഹിക്മത്ത് കൊണ്ട് സൂചിപ്പിക്കപ്പെടുന്നത്. മുകളില് പരാമർശിക്കപ്പെട്ട മുഴുവൻ വിഷയങ്ങളും തന്നെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹിയായിട്ട് നൽകിയിരിക്കുന്ന ഹിക്മത്തിൽ പെട്ടതാണ്. വിശുദ്ധ ഖുർആന്റെ ആയാത്തുകൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യ സമൂഹത്തെ അദ്ദേഹത്തിന് സ്വന്തം നിലക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്ന പല പ്രായോഗിക ജ്ഞാനവും പകർന്ന് നൽകിയിട്ടുണ്ട്. ആയാത്തുകളുടെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ മാർഗദർശന പ്രകാരം ഇത് വഹിയായിട്ട്, ദിവ്യബോധനമായിട്ട് കേൾപ്പിക്കപ്പെട്ടിട്ടുള്ള വളരെ പ്രാധാന്യമുള്ള സാരോപദേശവും തത്വവും ഒക്കെ അടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. അതിനാൽ ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നിങ്ങളുടെ നിലപാട് കൃത്യമാക്കേണ്ടതുണ്ട് എന്നാണ് തുടർന്ന് പറയുന്നത്. വലാ തജ്അൽ മഅല്ലാഹി ഇലാഹൻ ആഖർ. ഒരു കാരണവശാലും നിങ്ങൾ അള്ളാഹുവിനോടൊപ്പം മറ്റൊരു ഇലാഹിനെ സ്വീകരിക്കുന്ന, കൊണ്ടു നടക്കുന്ന അവസ്ഥ ഉണ്ടായിക്കൂടാ. അത് നിങ്ങളുടെ ഈ പഠിപ്പിക്കപ്പെട്ട മുഴുവൻ സംഗതികളെയും തകർത്ത് കളയുന്ന, അതിന്റെ അടിത്തറ തന്നെ ഇളക്കി കളയുന്ന ഒരു കാര്യമായിട്ട് മാറും.
അള്ളാഹുവിനോടൊപ്പം അള്ളാഹുവിന്റെ ഏകത്വത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രപഞ്ച വീക്ഷണമാണ്, ഒരു ജീവിത രീതിയാണ്, ഒരു സംസ്കാരമാണ് ഇവിടെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് അതിനെ തകർത്ത് കളയുന്ന വിധത്തിലുള്ള, അടിത്തറ ഇളക്കി കളയുന്ന ഒരു കാര്യമായ അള്ളാഹുവിനോടൊപ്പം മറ്റൊരാളെ, മറ്റൊരു ഇലാഹിനെ, അത് വിഗ്രഹമായാലും ആൾദൈവമായാലും സ്വേച്ഛാധിപതികളായിട്ട് നിലകൊള്ളുന്ന ഭരണാധികാരികളായാലും അവരെ ഒന്നും നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുന്ന വിധത്തില് അനുസരിക്കുകയോ അള്ളാഹുവിനെ ആരാധിക്കുകയോ അവന് വിധേയപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന പോലെ വിധേയപ്പെടുകയോ ചെയ്തുകൂടാ എന്ന വളരെ ശക്തമായ ഒരു നിർദ്ദേശമാണ് ഇവിടെ അള്ളാഹു നൽകുന്നത്. ഇവിടെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഹിക്മത്ത്, ഈ സാരോപദേശങ്ങളും തത്വങ്ങളും ഒക്കെ തന്നെ നിങ്ങൾ രൂപപ്പെടുത്തിയെടുക്കാൻ പോകുന്ന സംസ്കാരത്തിന്, നിങ്ങൾ ഭൂമുഖത്ത് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന ഒരു നാഗരികതക്ക് തന്നെ അടിത്തറയാവും. പക്ഷെ അതിന്റെ അടിത്തറ ഇളക്കിക്കളയുന്ന ഒരു കാര്യമാണ് അള്ളാഹുവിന്റെ ഏകത്വത്തെ തൃണവൽക്കരിച്ചുകൊണ്ട് അവന്റെ ആരാധ്യൻ എന്നുള്ള നിലക്ക്, ദൈവം എന്നുള്ള നിലക്ക് അള്ളാഹുവിന്റെ സ്വത്വത്തിനോടൊപ്പം മറ്റൊന്നിനെ നമ്മൾ നോക്കിക്കാണുക, അതേ സ്ഥാനത്ത് അതേപോലെയുള്ള വിധേയത്വം നൽകിക്കൊണ്ട് മറ്റൊരാളെ അല്ലെങ്കിൽ മറ്റൊരു ശക്തിയെ, മറ്റൊരു ആശയത്തെ പ്രതിഷ്ഠിക്കുക എന്നത് ഇതിനെ തകർത്തു കളയുന്ന ഒരു സംഗതിയാണ്. വലാ തജ്അൽ മഅല്ലാഹി ഇലാഹൻ ആഖർ. അത് ശരിയായ പ്രപഞ്ച വീക്ഷണവും നിലപാടും സാമൂഹ്യക്രമവും ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിന് തുരങ്കം വെക്കുന്ന ഒരു ഏർപ്പാടാണ് ഈ ബഹുദൈവത്വം സ്വീകരിക്കുക എന്നതും അള്ളാഹുവിനോടൊപ്പം പങ്കാളികളെ കാണുക എന്നതും ഒക്കെ. അങ്ങനെ സംഭവിച്ചാൽ ഫതുൽഖാ ഫീ ജഹന്നം, നിങ്ങൾ അതിന്റെ ഫലമായിട്ട് നരകത്തിൽ എറിയപ്പെടും. മലൂമൻ മദ്ഹൂറ, ആക്ഷേപങ്ങൾക്ക് ഇരയായിക്കൊണ്ടും സകല അനുഗ്രഹങ്ങളും നിഷേധിക്കപ്പെടുന്നവരായിക്കൊണ്ടും. ഇതാണ് അതിന്റെ പരിണിതി ഉണ്ടാവാൻ പോകുന്നത്. അള്ളാഹുവിന്റെ ഏകത്വത്തെ അംഗീകരിച്ചുകൊണ്ട് ശരിയായ ഒരു പ്രപഞ്ച വീക്ഷണം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളൊരു സമൂഹം രൂപപ്പെടുത്തിയെടുക്കുന്നത് അള്ളാഹുവിന്റെ തൃപ്തി നേടാൻ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഏറ്റവും ശരിയായ രീതിയിൽ സഞ്ചരിക്കാനുള്ള വഴിയാണ് എങ്കിൽ അള്ളാഹുവിനോടൊപ്പം മറ്റൊരുവനെ ഇലാഹായിട്ട് കാണുക എന്നത് നരകത്തിൽ പതിക്കാൻ കാരണമാകും. സകല ആക്ഷേപങ്ങൾക്കും നിങ്ങൾ വിധേയരാവേണ്ടി വരും. അതുപോലെ തന്നെ മദ്ഹൂറാവുകയും ചെയ്യും, നിഷിദ്ധമാക്കപ്പെടും സകലവിധ അനുഗ്രഹങ്ങളും. അപ്പോ ആക്ഷേപങ്ങൾക്കിരയാവുകയും അനുഗ്രഹങ്ങൾ നിഷേധിക്കപ്പെടുകയും ചെയ്യുന്ന ഏറ്റവും ദുഃഖകരമായ, ദൗർഭാഗ്യകരമായ ഒരു പരിണിതിയാണ് നിങ്ങൾ നരകത്തിലേക്ക് എറിയപ്പെടുക വഴി നിങ്ങൾക്ക് വരാൻ പോകുന്നത് എന്നാണ് അള്ളാഹുവിടെ മുന്നറിയിപ്പ് നൽകുന്നത്. അതുകൊണ്ട് ഈ അടിസ്ഥാന തത്വങ്ങളെയും അടിസ്ഥാന മൂല്യങ്ങളെയും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സാമൂഹ്യ ക്രമം കൊണ്ടുവരുന്ന ഘട്ടത്തില് നിങ്ങൾ അനിവാര്യമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു കാരണവശാലും വിധേയത്വം അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും നൽകുന്ന ഒരവസ്ഥ ഉണ്ടായിക്കൂടാ. അങ്ങനെ ഉണ്ടായാൽ അത് നരകത്തിൽ എറിയപ്പെടുന്നതിനും ആക്ഷേപങ്ങൾ ഏറ്റുവാങ്ങാനും അനുഗ്രഹങ്ങൾ നിഷേധിക്കപ്പെടാനും കാരണമാകും എന്നാണ് അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്നത്. അഫ അസ്ഫാഖും റബ്ബുക്കും ബിൽ ബനീൻ. എന്നിട്ട് മക്കയിലെ ആ ഘട്ടത്തിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്തുകൊണ്ടിരുന്ന ആളുകളുടെ ഒരു തീർത്തും മൂഢമായ ഒരു ജൽപ്പനത്തെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹു അവരെ ഈ കാര്യത്തെക്കുറിച്ചൊന്ന് ബോധ്യമുള്ളവരാക്കുകയാണ്. അഫ അസ്ഫാഖും റബ്ബുക്കും ബിൽ ബനീൻ. അല്ല, നിങ്ങൾ എന്താണ് കരുതുന്നത്? നിങ്ങളുടെ രക്ഷിതാവ്, നിങ്ങളുടെ നാഥൻ നിങ്ങൾക്ക് ആൺമക്കളെ നിശ്ചയിക്കുകയും
വത്തഖദ മിനൽ മലായികതി ഇനാസ, മലക്കുകളെ തന്റെ പെൺമക്കളായിട്ട് സ്വീകരിക്കുകയും ചെയ്തു എന്ന് തന്നെയാണോ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അറബികളുടെ അക്കാലത്തെ ആരാധനാക്രമങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് അവര് പെൺപേരുകൾ വിളിച്ചുകൊണ്ട് പരിചയപ്പെടുത്തിയിരുന്ന ചില മലക്കുകളും ഒക്കെ തന്നെ ദേവതകളായിട്ട് പരിഗണിക്കപ്പെടുകയായിരുന്നു. എന്നിട്ട് ദൈവത്തിന്റെ പുത്രിമാരാണ് ഇവര് എന്നാണ് അവരെ കുറിച്ച് പരാമർശിക്കാറുണ്ടായിരുന്നത്. ദൈവത്തിന് അങ്ങനെ പുത്രിയും പുത്രനും ഒന്നുമില്ല. സകലതും അവന്റെ സൃഷ്ടികളാണ് എന്നിരിക്കെ പുത്രനും പുത്രിയും ഉണ്ടാവുക എന്ന ഒരു അബദ്ധമൊന്നും സംഭവിക്കുകയില്ല. കാരണം സകലതും അള്ളാഹുവിന്റെ സൃഷ്ടികൾ മാത്രമാണ്. അള്ളാഹു അല്ലാത്തതൊക്കെയും തന്നെ അവൻ സൃഷ്ടിച്ചതാണ് എന്നതാണ് വസ്തുത. അതുകൊണ്ട് നിങ്ങളിപ്പോ കൊണ്ടു നടക്കുന്ന ഈ വിശ്വാസം ഉണ്ടല്ലോ, നിങ്ങൾ സ്വന്തം നിലക്ക് പ്രിഫർ ചെയ്യുന്നത് ആൺമക്കളെ ഉണ്ടാവുക എന്നതാണ്. പെൺമക്കൾ ഉണ്ടായാലും നിങ്ങൾ കൊന്നുകുഴിച്ച് മൂടുകയോ മണ്ണിട്ട് മൂടുകയോ ഒക്കെ ചെയ്യുന്നതാണല്ലോ നിങ്ങളുടെ ശീലവും രീതിയും ഒക്കെ. അത് വലിയ കുറച്ചിലായി നാണക്കേടായി കണ്ടിരുന്ന ഒരു സമൂഹമാണ്. അപ്പോ ആൺമക്കളുടെ പേരിൽ അഭിമാനം കൊണ്ടിരുന്ന നിങ്ങൾ കരുതുന്നത് നിങ്ങൾക്ക് അള്ളാഹു നിങ്ങളുടെ നാഥൻ ആൺമക്കളെ തന്നിരിക്കുന്നു, എന്നിട്ട് മാലാഖമാരെ സ്വന്തം പെൺമക്കളായിട്ട് അള്ളാഹു സ്വന്തം നിലക്ക് സ്വീകരിച്ചിരിക്കുന്നു എന്നാണോ? എന്ത് അബദ്ധമാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നതാണ് അള്ളാഹുവിലേക്ക് ഒരു ചോദ്യം. ഇന്നക്കും ലതഖൂലൂന ഖൗലൻ അളീമ, അതിഭയങ്കരമായ ഒരു വിഡ്ഢിത്തം തന്നെയാണ്, അല്ലെങ്കിൽ ഒരു അതിഭീകരമായ ഒരു അബദ്ധം തന്നെയാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്നക്കും ലതഖൂലൂന ഖൗലൻ അളീമ. അള്ളാഹു ഇവിടെ വിവരിച്ച ഒരു സമൂഹ സൃഷ്ടിപ്പിന് അനിവാര്യമായും ഉപകരിക്കുന്ന ചില മൂല്യങ്ങളും തത്വങ്ങളും മാർഗദർശകമായ ചില ആശയങ്ങളും ഒക്കെ പരാമർശിച്ചതിന് ശേഷം മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സമൂഹം ഏത് അബദ്ധത്തിന്റെ ആഴത്തിലാണ് കിടക്കുന്നത് എന്നത് വ്യക്തമാക്കുന്ന വിധത്തിലാണ് ഇവിടെ ചോദിക്കുന്നത്. നിങ്ങൾക്ക് അള്ളാഹു നിങ്ങളുടെ നാഥൻ ആൺമക്കളെ തന്നിരിക്കുന്നു, എന്നിട്ട് മലക്കുകളെ അള്ളാഹു പെൺമക്കളായിട്ട് സ്വീകരിച്ചിരിക്കുന്നു എന്നാണോ? ഇതാണോ നിങ്ങൾ കൊണ്ടു നടക്കുന്ന ഇപ്പോഴും വിശ്വസിക്കുന്ന കാര്യം? അങ്ങനെയാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇന്നക്കും ലതഖൂലൂന ഖൗലൻ അളീമ, അതിഭീകരമായ ഒരു പെരുന്നുണയാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മഹാ അബദ്ധമാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വളരെ അളീമായ ഒരു ഖൗലാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിഭയങ്കരമായ ഒരു കാര്യമാണ് നിങ്ങൾ ജൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് അള്ളാഹുവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ ഇസ്ലാം വളർത്തിയെടുക്കുന്ന ഒരു സംസ്കാരത്തിന്റെ, ഒരു നാഗരികതയുടെ, ഒരു സമൂഹ ഘടനയുടെ അടിസ്ഥാനമായിട്ട് നിലകൊള്ളുന്നത് തൗഹീദാണ്. അള്ളാഹുവിന്റെ പ്രപഞ്ചനാഥന്റെ ഏകത്വം എന്നതാണ്. മറ്റൊരാൾക്കും ഒരു പങ്കുമില്ലാത്ത ഒരു സംഗതിയാണ് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർമ്മം എന്നത്, അതിന്റെ നിയന്ത്രണം എന്നത്. അതിന് ഏകനായ ഒരൊറ്റ ആരാധ്യനായ നാഥൻ മാത്രമാണുള്ളത്. വേറെ ആർക്കും അതിലൊരു പങ്കുമില്ല. അതുകൊണ്ട് ദിവ്യത്വം ഇല്ലാത്ത ആൾ ദൈവങ്ങൾക്കോ അല്ലെങ്കിൽ രാജാക്കന്മാർക്കോ അധികാരികൾക്കോ നിങ്ങളുടെ വിധേയത്വം നൽകുകയല്ല വേണ്ടത്. ഏകനായ പ്രപഞ്ച സൃഷ്ടാവിന് വിധേയപ്പെട്ടുകൊണ്ട് നിങ്ങളൊക്കെയും തന്നെ അവന്റെ മാർഗദർശനം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ജീവിതത്തിലേക്ക് നീങ്ങുകയാണ് വേണ്ടത് എന്നതാണ് ഇവിടെ പഠിപ്പിക്കപ്പെടുന്ന കാര്യം. ഞാൻ ഇന്നത്തെ സെഷൻ ഈ ആയത്തിന്റെ വിശദീകരണം അവിടെ അവസാനിപ്പിക്കുകയാണ്. ചില ചോദ്യങ്ങൾ ബാക്കിയുള്ളതിലേക്ക് കടക്കുകയാണ്. ഏതാനും ചോദ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് അയച്ചു കിട്ടിയത് ഇനിയും കൈകാര്യം ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് SK എന്ന പ്രൊഫൈലിൽ നിന്ന് വന്നിരിക്കുന്ന ചോദ്യമാണ്. വിവാഹേതര ലൈംഗിക ബന്ധം സ്ത്രീ പുരുഷ സമത്വവുമായി ബന്ധപ്പെട്ടതാണ്. പുരുഷൻ അധികാരവും ധനവും
കൈയാളുകയും ഒന്നിലധികം ഭാര്യമാരെയും അടിമ സ്ത്രീകളെയും ലൈംഗിക താല്പര്യങ്ങൾക്ക് പുരുഷന്മാർക്ക് ലഭ്യമാവുകയും ചെയ്ത കാലത്ത് സ്ത്രീകളുടെ അത് ഇൻകംപ്ലീറ്റ് ആക്കി വിട്ടിരിക്കുകയാണ്. അപ്പോ അതിലുള്ള ആശയം മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് വിവാഹേതര ലൈംഗികത പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ആവശ്യമാണ്. കാരണം അവർക്ക് പുരുഷന്മാരെ പോലെ ഈ വ്യവസ്ഥയിൽ ഒന്നിലധികം ഭാര്യമാരുണ്ടാവാൻ കഴിയുകയില്ല, അല്ലെങ്കിൽ അതിന് അനുമതി നൽകപ്പെടുന്നില്ല. പുരുഷന്മാർക്ക് ഒന്നിലധികം ഭാര്യമാരെയും അടിമ സ്ത്രീകളെയൊക്കെ ലൈംഗിക ആവശ്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റുന്നതാണ്. ഈ അനീതിയും അസമത്വവും പരിഹരിക്കുന്ന ഒരു തലമാണ് വിവാഹേതര ലൈംഗികത എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലാവുന്നത്. സ്ത്രീയുടെയും പുരുഷന്റെയും പ്രകൃതം, ജീവശാസ്ത്രപരമായ പ്രത്യേകതകൾ ഇതൊന്നും അറിയാത്ത ഒരാളായിട്ട് തോന്നുക ഇങ്ങനെയുള്ള ഒരു ചോദ്യം ഉന്നയിക്കുന്നത്. ഈ മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സകല കാര്യങ്ങൾക്കും ദൈവികമായി ഒരു മാർഗദർശനം നൽകിയിരിക്കുന്നു എന്നതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ആ ജീവിത ദർശനത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ആണിനെ മനുഷ്യരെ മനസ്സിലാക്കുന്നതിനേക്കാൾ ഏറ്റവും സൂക്ഷ്മമായി മനുഷ്യന്റെ പ്രകൃതം അറിയുന്നവനാണ് മനുഷ്യനെ സൃഷ്ടിച്ച അല്ലാഹു. പുരുഷന്റെയും സ്ത്രീയുടെയും ചോദനകളും ആവശ്യങ്ങളും ഒരുപോലെയല്ല എന്നത് ഒരു പ്രാഥമികമായ മനഃശാസ്ത്രം ഉൾക്കൊണ്ട ആൾക്ക് പോലും മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. പുരുഷന്റെ ലൈംഗിക ആവശ്യങ്ങളും സാഹചര്യങ്ങളും സാധ്യതകളും സ്ത്രീക്കില്ല എന്നതാണ് മനസ്സിലാക്കാൻ എല്ലാവർക്കും എളുപ്പമുള്ള ഒരു വസ്തുത. ഓരോ മെൻസ്ട്രൽ പീരീഡിലും ഒരു 7 ദിവസമെങ്കിലും സ്ത്രീക്ക് അത്തരം താല്പര്യങ്ങളിൽ നിന്ന് നിർബന്ധമായും മാറി നിൽക്കേണ്ടി വരും. പ്രസവത്തോടനുബന്ധിച്ച് മാസങ്ങളോളം അത്തരം ലൈംഗിക ബന്ധങ്ങളിൽ നിന്ന് അകന്നു നിൽക്കേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പരിമിതികൾ സ്ത്രീകൾക്ക് ഉണ്ട്. അതുപോലെ സ്ത്രീകളുടെ പ്രായത്തിനനുസരിച്ച് അവരുടെ ലൈംഗികതയുടെ അളവ് കുറയുന്നതും കാണാം. മെനോപോസ് എന്നൊരു പ്രതിഭാസം ചില സ്ത്രീകൾക്ക് 40 വയസ്സ് 45 വയസ്സോടുകൂടി തന്നെ ആ ഒരു അവസ്ഥയിലേക്ക് നീങ്ങുകയും ലൈംഗികത പലപ്പോഴും വല്ലപ്പോഴും മാത്രം വേണ്ടി വരുന്ന ഒരു സംഗതിയൊക്കെ ആയിട്ട് ചുരുങ്ങുകയൊക്കെ ചെയ്യും. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പരിമിതികൾ സ്ത്രീകളുടെ കാര്യത്തിൽ ലൈംഗികതയ്ക്ക് കാണാൻ കഴിയും. പുരുഷന്റെ കാര്യത്തില് അങ്ങനെയല്ല. പുരുഷന്റെ കാര്യത്തില് ആരോഗ്യമുള്ള ഒരു പുരുഷനാണെങ്കിൽ മരണം വരെ ലൈംഗികത ഒരു ചോദനയായിട്ട്, ഒരു ആവശ്യമായിട്ട്, ഒരു സമ്മർദ്ദമായിട്ടൊക്കെ ഏറ്റക്കുറച്ചിലുകളോടുകൂടി നിലനിൽക്കുന്ന ഒരു പ്രതിഭാസമാണ്. അതുകൊണ്ട് തന്നെ പുരുഷന് നൽകപ്പെടുന്ന സാധ്യത സ്ത്രീയെ പോലെ ആയിട്ട് പരിമിതപ്പെടുത്തുകയാണെങ്കിൽ അതിലൊരുപാട് സങ്കീർണതകൾ ഉടലെടുക്കും എന്നത് ആർക്കും പറയാതെ തന്നെ മനസ്സിലാവും. വലിയ അക്രമ വാസനയും പ്രശ്നങ്ങളും ഒക്കെ സമൂഹത്തിൽ ഉടലെടുക്കും. മനുഷ്യ ജീവിതത്തിലെ സകല സംഗതികളും ഒരു വ്യവസ്ഥ ഉള്ള വിധത്തിലാക്കുകയാണ് ഇസ്ലാം ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും പുരുഷന്റെ പ്രകൃതവും സ്ത്രീയുടെ പ്രകൃതവും വ്യത്യസ്തമാണ് എന്നത് പരിഗണിച്ചുകൊണ്ട് വേണം കാര്യങ്ങളിൽ നിർദ്ദേശം നൽകാനും അതുപോലെ നിയമം നിർമ്മിക്കാനും. നമ്മുടെ മനുഷ്യര് ഒത്തുചേർന്നുണ്ടാക്കുന്ന കോടതികളും നിയമനിർമ്മാണ സഭകളും ഒക്കെ ഉണ്ടാക്കുന്ന നിയമങ്ങൾ എത്ര അബദ്ധജടിലമാണ് എന്നത് നമുക്ക് നിരന്തരം അവ തിരുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാണുമ്പോൾ തന്നെ ബോധ്യപ്പെടും. മനുഷ്യന്റെ പരിമിതമായ അറിവ് അല്ലെങ്കിൽ മനുഷ്യന്റെ ഹിഡനായ പല താല്പര്യങ്ങൾ, ചില കുടിലമായ ലക്ഷ്യങ്ങൾ, ഇതൊക്കെ മുൻനിർത്തിക്കൊണ്ട് മനുഷ്യൻ പലപ്പോഴും അവന്റെ സ്വാർത്ഥതയും അവന്റെ സ്വകാര്യമായോ വ്യക്തിപരമായതോ ഒക്കെ ആയ താല്പര്യങ്ങളും അതുപോലെ പല ഒളിപ്പിച്ചു വെച്ച അജണ്ടകളും ഒക്കെ നടപ്പിലാക്കിക്കൊണ്ടാണ് ഇത്തരം നിയമനിർമ്മാണ സഭകളും അതുപോലെ നിയമം
വ്യാഖ്യാനിക്കുന്ന വേദികളും ഒക്കെ കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. മനുഷ്യകുലത്തിനായിട്ട്, മനുഷ്യ സമൂഹത്തിനായിട്ട് മാർഗദർശനം നൽകുന്ന ദൈവിക വ്യവസ്ഥയിൽ അങ്ങനെയുള്ള ബ്ലാക്ക് പാച്ചസ് ഉണ്ടായിക്കൂടാ. ഇരുണ്ട് കിടക്കുന്ന ചില ഭാഗങ്ങൾ ഉണ്ടാകാൻ പാടില്ല. മനുഷ്യൻ നേരിടുന്ന എല്ലാ സാഹചര്യങ്ങളെയും അഡ്രസ് ചെയ്യുന്ന, അതിന് പരിഹാരം നിർദ്ദേശിക്കുന്നതായിരിക്കണം ആ ദൈവിക വ്യവസ്ഥ. പിന്നെ സത്യസന്ധമായിട്ട് വിശുദ്ധ ഖുർആനെ സമീപിക്കുന്ന ഏതൊരാൾക്കും ഈ പറയുന്ന കാര്യങ്ങളിലെ, ഖുർആൻ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളിലെ വസ്തുതയും അതിന്റെ ശരിയായ തലവും ഒക്കെ ബോധ്യപ്പെടും. ആ സമീപനം വളരെ അനിവാര്യമാണ്. സത്യസന്ധത എന്നത് ഖുർആനെ സമീപിക്കുന്ന ഏതൊരാൾക്കും നിർബന്ധമായിട്ടും ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. ഇന്റലക്ച്വൽ ഓണസ്റ്റി, ബുദ്ധിപരമായ സത്യസന്ധത എന്നത്. അപ്പോ വളരെ എളുപ്പത്തിൽ ഉൾക്കൊള്ളാൻ കഴിയും സ്ത്രീയുടെയും പുരുഷന്റെയും വ്യത്യസ്തമായ പ്രകൃതവും കാര്യമൊക്കെ തന്നെ. സ്ത്രീക്ക് അള്ളാഹു നൽകിയിട്ടുള്ള സാധ്യതകളും അവസരങ്ങളും സ്ത്രീയുടെ പ്രകൃതത്തിന് ഏറ്റവും ചേരുന്നതും മതിയായതുമാണ്. പുരുഷന് നൽകിയിട്ടുള്ള സാധ്യതകളും അതുപോലെ തന്നെ അവസരങ്ങളും ഒക്കെ തന്നെ പുരുഷന്റെ പ്രകൃതത്തിന് മതിയായതും ആവശ്യമായതും ഒക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെയുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിന്റെ സൂക്ഷ്മമായ വിശദമായ തലങ്ങളിലേക്ക് നമുക്ക് പോകാൻ ഇപ്പോൾ അവസരമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഒറ്റ സംഭവം മാത്രം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കുകയാണ്. കാറ്റ് സ്റ്റീവൻസ് എന്ന പേരിൽ അറിയപ്പെടുന്ന വളരെ പ്രസിദ്ധനായ ഒരു സംഗീതജ്ഞൻ ഏതാനും ദശകങ്ങൾക്ക് മുമ്പ് ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായിട്ടുണ്ട്. അദ്ദേഹം യൂസുഫ് അൽ ഇസ്ലാം എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് അതിനുശേഷവും പാട്ട് പാടുന്ന, സംഗീതം ആലപിക്കുന്ന ഒരു കരിയറിലൊക്കെ തന്നെ വ്യത്യസ്തമായ ഒരു രീതിയിൽ നിലകൊള്ളുന്നത് നമ്മൾ അറിയുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തോട് ഒരിക്കല് ഒരാള് ഒരു യൂറോപ്യൻ ജേർണലിസ്റ്റ് നടത്തിയ ഇന്റർവ്യൂവിൽ ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾക്ക് ഈ ബഹുഭാര്യത്വം അനുവദിക്കുന്ന സ്ത്രീ പുരുഷ വിവേചനം നടപ്പിലാക്കുന്ന തരത്തിലുള്ള ഒരു മതദർശനം പിന്തുടരാനും എന്നിട്ട് ആ ഒരു സംഗതിയുടെ പേരിൽ നിലകൊള്ളാനും നാണം തോന്നുന്നില്ലേ എന്നാണ് അദ്ദേഹത്തോട് ഉന്നയിക്കപ്പെട്ട ചോദ്യം. അദ്ദേഹം നൽകിയ മറുപടി, ഞാൻ ഇസ്ലാം ആവുന്നതിന് മുമ്പ് എത്രയോ പെണ്ണുങ്ങളുടെ കൂടെ കിടന്നുറങ്ങിയിട്ടുണ്ട്. അവരിൽ ആരൊക്കെ എനിക്ക് മക്കളെ പ്രസവിച്ചു എന്നത് എനിക്കറിയില്ല. ആ മക്കൾക്ക് എനിക്കറിയില്ല, ആ മക്കൾക്കറിയില്ല അവരുടെ അച്ഛൻ ആരാണ് എന്നത്. അച്ഛൻ ഞാനാണ് എന്ന കാര്യം അറിയാത്ത എത്രയോ മക്കളെ അവര് പ്രസവിച്ചിട്ടുണ്ടാവണം. എന്തായാലും അസംഖ്യം പെണ്ണുങ്ങളുടെ കൂടെ കിടന്നുറങ്ങിയിരുന്ന, അവരുമായി വേഴ്ച നടത്തിയിരുന്ന ഒരാളായിരുന്നു ഞാൻ. ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷം എനിക്ക് ഇന്ന് ഒരു ഭാര്യയുള്ളൂ, ഒരു സ്ത്രീയുമായിട്ടേ ബന്ധമുള്ളൂ. അതിൽ കൂടുതൽ ആവശ്യമുള്ളവർക്കുള്ള ഒരു സംവിധാനം ഇസ്ലാമിലുണ്ടെങ്കിലും ഞാനൊരു പെണ്ണിനെ മാത്രമേ ഇണയായിട്ട് സ്വീകരിച്ചിട്ടുള്ളൂ. എനിക്ക് അതിലൊരു ചിട്ടയും വ്യവസ്ഥയും ഒരു ക്രമവും ഒക്കെ ഇസ്ലാമിലൂടെ കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇതാണ് അദ്ദേഹം നൽകുന്ന മറുപടി. അപ്പൊ ഏത് വ്യവസ്ഥ, ഏത് സാമൂഹ്യ വ്യവസ്ഥ, ഏത് ധാർമ്മികത, ഏത് തരത്തിലുള്ള സ്ത്രീ പുരുഷ ബന്ധം ഒക്കെയാണ് ലോകത്ത് നിലനിൽക്കുന്നത്, അതിൽ ഏറ്റവും ഉത്തമമായത് ഏതാണ്, മനുഷ്യപ്രകൃതത്തിന് സ്വീകാര്യമായത് ഏതാണ്, മനുഷ്യപ്രകൃതത്തിന്റെ എല്ലാ തലങ്ങളെയും ഉൾക്കൊള്ളുന്ന നിയമവ്യവസ്ഥ ഈ വിഷയത്തില് ഏതാണ് എന്നത് ഓരോരുത്തർക്കും വിലയിരുത്തി മനസ്സിലാക്കി പഠിച്ച് ഉൾക്കൊള്ളാവുന്നതേ ഉള്ളൂ. ഞാൻ അതില് കൂടുതലൊന്നും പറയുന്നില്ല, അത് അവസാനിപ്പിക്കുകയാണ്. മറ്റൊന്ന്, പീസ് ലവിംഗ് എന്ന പ്രൊഫൈലിന് വന്നൊരു ചോദ്യമാണ്. ഒന്നിലധികം ഭാര്യമാരെയും പിന്നെ അടിമ സ്ത്രീകളെയും സ്വന്തമാക്കി വെച്ചിരിക്കുന്ന ഒരു പുരുഷൻ ആഗ്രഹിക്കുന്നത് പോലെയാണ് ദൈവം പറയുന്നത് എന്നല്ലേ കാണുന്നത്? പുരുഷന്റെ പല ലൈംഗിക ഇണകളിൽ ഒരാൾ മാത്രമായ സ്ത്രീയെ നിയന്ത്രിക്കലല്ലേ ഈ വ്യഭിചാര നിഷേധം കൊണ്ട് ഉദ്ദേശിക്കുന്നത്?
അപ്പൊ വ്യഭിചാരം വിലക്കിയിട്ടുള്ളതിന്റെ മുഖ്യമായ ലക്ഷ്യം സ്ത്രീയെ നിയന്ത്രിക്കുകയാണ് എന്നാണ് ഇയാൾ മനസ്സിലാക്കുന്നത്. പുരുഷന് പരമാവധി 4 വരെ ഭാര്യമാരെ സ്വീകരിക്കാവുന്നതാണ് എന്നതാണ് ഇസ്ലാമിന്റെ ഒരു നിർദ്ദേശം. അതിന് പുറമെയുള്ളത് അവരുടെ വലത് കൈ ഉടമപ്പെടുത്തുന്നവരായി അവരുടെ ഉത്തരവാദിത്വത്തിൽ എത്തുന്ന സ്ത്രീകളാണ്. ഇതാണ് ഇസ്ലാം അതിന് വെക്കുന്ന വ്യവസ്ഥ. ഇതിനപ്പുറത്തേക്കുള്ള യാതൊരുവിധ ബന്ധവും അല്ലെങ്കിൽ നിയമാനുസൃതമല്ലാത്ത ബന്ധവും ഇസ്ലാം അനുവദിക്കുന്നില്ല. അത് അങ്ങേയറ്റത്തെ ഫാഹിഷത്തായിട്ടാണ്, ഏറ്റവും മോശമായ മ്ലേച്ഛവൃത്തിയായിട്ടാണ് ഇസ്ലാം പരിചയപ്പെടുത്തുന്നത്. ഇപ്പോ വിവാഹിതരായാലും അവിവാഹിതരായാലും ആണും പെണ്ണും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ സംഭവിക്കുന്നത് ഒരേ പ്രക്രിയ തന്നെയാണ്. പക്ഷെ അള്ളാഹു അതിനൊരു വ്യവസ്ഥ വെച്ചിരിക്കുകയാണ്. ഒരു ചോദിക്കാനും പറയാനും ഉത്തരവാദിത്വം ഏൽക്കാനും ഒക്കെയുള്ള ഒരു സംവിധാനം. അതില് ഒരു സ്ത്രീയെ വിവാഹം ചെയ്യുക എന്നത് ആ സ്ത്രീയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കലും അവളുടെ സംരക്ഷണവും അവളുടെ ജീവനാംശ കാര്യങ്ങളുടെ മൊത്തം ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് ഒരാള് വിവാഹം നിർവഹിക്കുന്നത്. അത് ഒരു ഭാര്യയായാലും ഒന്നിലധികമായാലും അങ്ങനെ തന്നെയാണ്. ഇനി വലത് കൈ ഉടമപ്പെടുത്തുന്ന വിധത്തിൽ അവരുടെ സംരക്ഷണത്തിലും ഉത്തരവാദിത്വത്തിലും വരുന്നവരുടെ കാര്യമാണെങ്കിൽ പോലും ഓരോരുത്തരും സ്വയം ഉപയോഗിക്കുന്ന വസ്ത്രങ്ങള്, ഭക്ഷണം, പാർപ്പിടം പോലെയുള്ള അതേ ക്വാളിറ്റിയുള്ള സൗകര്യങ്ങളും അവകാശങ്ങളും ഒക്കെ നൽകിക്കൊണ്ടാണ് ഈ വലത് കൈ ഉടമപ്പെടുത്തിയ തരത്തിലുള്ള ആ കാറ്റഗറിയിൽ വരുന്ന സ്ത്രീകളുടെ ഉത്തരവാദിത്വവും ഇസ്ലാം പുരുഷനെ ഏൽപ്പിക്കുന്നത്. അതിലൊന്നും തന്നെ ഉത്തരവാദിത്വം കാണിക്കായികയുടെ ഒരു വിഷയം തന്നെ അടങ്ങിയിട്ടില്ല. അതൊക്കെ 100% ആൻസറബിലിറ്റി ഉള്ള വിഷയങ്ങളാണ്. കൂടെ കിടന്നുറങ്ങി എണീറ്റ് അങ്ങ് നേരം വെളുക്കുമ്പോഴത്തേന് എണീറ്റ് പോവുക എന്ന അതിൽ അവസാനിക്കുന്ന ഒരു ബന്ധമല്ല ഇതൊന്നും തന്നെ. ഏത് ബന്ധവും ശരിയായതാവുന്നതും തെറ്റായതാവുന്നതും ദൈവിക നിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ടോ ഇല്ലേ എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇസ്ലാം അതാണ് മുന്നോട്ട് വെക്കുന്ന ആശയം. ഏത് സംഗതിയും ഏത് സ്ത്രീ പുരുഷ ബന്ധവും അനുവദനീയമാവുന്നതും അനുവദനീയമല്ലാതാവുന്നതും അത് ദൈവിക നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ചാണെങ്കിൽ അത് അനുവദനീയമാണ്. ദൈവിക നിർദ്ദേശങ്ങളെ വെല്ലുവിളിക്കുന്ന തരത്തിലോ അംഗീകരിക്കാത്ത തലത്തിലോ ഒക്കെ ഉള്ളതാണെങ്കിൽ അത് നിഷിദ്ധമായതുമാണ് എന്നതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഇത് സംബന്ധമായ നിലപാട്. അതില് വ്യക്തമായിട്ടും മനസ്സിലാക്കാൻ സത്യസന്ധതയോടുകൂടി കാര്യങ്ങളെ വിലയിരുത്തുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഇതിന് ആർക്ക് വേണമെങ്കിലും നിഷേധിക്കുക, അതിനൊന്നും യാതൊരു പ്രശ്നവുമില്ല. അതൊക്കെ മനുഷ്യൻ അള്ളാഹു കൊടുത്തിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. പക്ഷെ ബുദ്ധിപരമായ സത്യസന്ധതയോടുകൂടി സമീപിക്കുമ്പോൾ ഓരോരുത്തർക്കും ബോധ്യപ്പെടും സ്ത്രീക്ക് അള്ളാഹു നൽകിയ നിയമങ്ങളും വ്യവസ്ഥകളും തന്നെയാണ് സ്ത്രീക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയത് എന്നതും പുരുഷന് നൽകിയിട്ടുള്ള സാധ്യതകളും അവസരങ്ങളും ഒക്കെ തന്നെയാണ് പുരുഷന് ഏറ്റവും അനുയോജ്യമായത് എന്നതുമാണ്. എല്ലാ പുരുഷനും ധാരാളം ഭാര്യമാരെ ഉണ്ടാവുക എന്ന ആവശ്യം ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷെ അങ്ങനെയുള്ള സാഹചര്യങ്ങളും അവസ്ഥകളും ഒക്കെ ഉള്ള പുരുഷന്മാരൊക്കെ ഉണ്ടാവും. അത് പക്ഷെ ഒരു ഉത്തരവാദിത്വം ഏൽക്കലാണ്. വെറും കൂടെ കിടന്നുറങ്ങുക എന്നുള്ള ഒരു ലൈംഗികത പങ്കുവെക്കുക എന്നുള്ളത് മാത്രമല്ല, അത് വലിയൊരു ഉത്തരവാദിത്തമാണ്. അത് ഒരു കുടുംബത്തിന്റെ ഒരാളുടെ മാത്രമല്ലല്ലോ. ഒരു വിവാഹ ബന്ധം എന്ന് പറഞ്ഞാല് ഒരുപാട് ബന്ധങ്ങളുടെ തുടക്കമാണ്. അതൊക്കെ ഓണർ ചെയ്തുകൊണ്ടേ ഒരാൾക്ക് രണ്ടാമതൊരു പത്നിയെ സ്വീകരിക്കാൻ കഴിയുള്ളൂ. അത് എപ്പോഴെങ്കിലും രാത്രി കൂടെ കിടന്നുറങ്ങുന്ന ഒരു ബന്ധം അല്ല. അങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞ് എണീറ്റ് പോയാൽ മതി. ഇതങ്ങനെയല്ല. ഇത് വലിയൊരു കുടുംബ ബന്ധത്തിലേക്കാണ് ഒരു പുതിയ വിവാഹം നയിക്കുന്നത്. അത് ഒരാളിൽ എത്ര വലിയ ഉത്തരവാദിത്തമാണ് ഉണ്ടാക്കുന്നത്. എന്തെല്ലാം ജോലി അയാളെ ഇരട്ടിപ്പിക്കുന്നുണ്ട് അതില്. അത്രയൊക്കെ ഉത്തരവാദിത്തം ഏറ്റുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നിർവഹിക്കാൻ ഒരാൾക്ക് സാധിക്കുന്നത്. അതൊരിക്കലും തന്നെ ഒരു സ്ത്രീയുടെ പ്രകൃതത്തിന് ചേരുന്നതോ കഴിയുന്നതോ ജീവശാസ്ത്രപരമായിട്ട് അത് സാധിക്കുന്നതോ ആയ ഒരു കാര്യമല്ല. അബദ്ധസഞ്ചാരങ്ങൾ നടത്തുക എന്ന് പറയുന്നത് കേവലം ലൈംഗികത മാത്രമാണ് ലക്ഷ്യമിടുന്നതെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം. അത് ആ ഏർപ്പാട് കഴിഞ്ഞാൽ അതങ്ങ് രണ്ടുപാടും രണ്ടുപേരും രണ്ടു ഭാഗത്തേക്ക് എണീറ്റ് പോകുന്ന ഒരു
ഒരു സംഗതി മാത്രമാണ് സ്ത്രീ പുരുഷ ബന്ധം എന്ന് സങ്കല്പിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതിന് യാതൊരു പ്രയാസവും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് സ്ത്രീയെ നിയന്ത്രിക്കുക എന്നത് സ്ത്രീക്ക് ആവശ്യമായ ചില നിയന്ത്രണങ്ങൾ പടച്ചതമ്പുരാൻ വെച്ചതാണ്. ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടാക്കിയതല്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇസ്ലാമിക ചരിത്രത്തിലെ പ്രഗത്ഭരായ ആളുകൾ ഉണ്ടാക്കിയ നിയമമല്ല. മനുഷ്യന് വേണ്ടി മനുഷ്യന്റെ സൃഷ്ടാവ് മനുഷ്യപ്രകൃതം മനസ്സിലാക്കിക്കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള നിയമങ്ങളാണ്. അതാണ് പരിശോധിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത്. അത് അങ്ങനെ തന്നെയാണോ അല്ലേ എന്നൊന്ന് പഠിച്ചു നോക്കൂ. ഈ പ്രപഞ്ചത്തിന് ഒരു നാഥനുണ്ടോ? അവൻ മനുഷ്യരാശിക്ക് മാർഗദർശനം നൽകാൻ ചില ദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ടോ? അവര് മുഖേന മാർഗദർശന നൽകുന്നതിന് വേണ്ട വെളിപാടുകൾ നൽകിയിട്ടുണ്ടോ? തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധാപൂർവം പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഇത്തരം ചോദ്യങ്ങളൊക്കെ ഒന്ന് അഡ്രസ് ചെയ്താൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കാര്യങ്ങൾക്ക് ഉത്തരം ബോധ്യപ്പെടും എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. അതിൽ ഞാൻ ഈ സന്ദർഭത്തിൽ മറ്റൊരു ചോദ്യം, ഏതാനും ചോദ്യങ്ങൾ വേറെയും കിട്ടിയതുണ്ട്. ഒരെണ്ണം പീസ് ലവിംഗ് പ്രൊഫൈൽ എന്ന് വന്ന ഒരു ചോദ്യമാണ്. വളരെ തന്ത്രശാലിയും കൂർമ്മ ബുദ്ധിക്കാരനുമായ ഒരു വ്യക്തി തന്റെ രാഷ്ട്രീയവും വൈയക്തികവുമായുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾ സാധിക്കാനായും തന്റെ നേതൃത്വം അംഗീകരിപ്പിക്കാനും ദൈവം എന്ന പ്രതീകത്തെ സമർത്ഥമായി ഉപയോഗിച്ചു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് എന്നാണ് ഇദ്ദേഹം ഉന്നയിക്കുന്നത്. സമർത്ഥമായ അങ്ങനെ അള്ളാഹുവിനെയോ അള്ളാഹുവിന്റെ മനുഷ്യരിലേക്ക് അയക്കുന്ന ദൂതന്മാർ ഒരു അനിവാര്യതയാണ് എന്ന് മനസ്സിലാക്കുകയോ ചെയ്യാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ സമർത്ഥനായ, വളരെ ഷ്രൂഡായ, വളരെ കണ്ണിങ് ആയ ഒരു രാഷ്ട്രതന്ത്രജ്ഞൻ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരൻ, ഒരു നേതൃത്വം പിടിച്ചു പറ്റാൻ വേണ്ടി രംഗത്ത് വന്ന ഒരാള് എന്നൊക്കെ പ്രത്യക്ഷത്തില് ഈ സംഭവങ്ങളെ വിലയിരുത്തുമ്പോൾ തോന്നിയെന്ന് വരും. സൂക്ഷ്മമായിട്ടൊന്ന് പഠിച്ചു നോക്കൂ, പ്രശ്നമൊന്നുമില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരം സാമർത്ഥ്യം കാണിച്ചുകൊണ്ട് ലോകത്ത് എന്താണ് നേടിയത്, എന്താണ് അവശേഷിപ്പിച്ചത്, ലോക മനുഷ്യ സമൂഹത്തിന് എന്താണ് നൽകിയത് എന്നൊക്കെ പരിശോധിച്ചാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും. അദ്ദേഹം സ്വന്തം ആവശ്യത്തിന് നേടിയതിന്റെ എത്രയോ ഇരട്ടി ഈ ലോകത്തിന് പകർന്നു കൊടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന്. അത് ഒന്ന് പരിശോധിച്ചാൽ നിങ്ങൾ അധികാരം കൊണ്ടോ സ്ഥാനം കൊണ്ടോ പദവി കൊണ്ടോ അല്ലെങ്കിൽ നേതാവായതുകൊണ്ടോ നേടാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ എന്തൊക്കെയാണെന്നൊന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് ഒരു മുന്തിരി ജ്യൂസ് എങ്കിലും അദ്ദേഹം ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ള നിലക്ക് കിട്ടുന്നതിനേക്കാൾ അധികം അതുകൊണ്ട് നേടിയോ എന്നതൊന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു കസേര, കുറച്ചുകൂടി കംഫർട്ടബിൾ ആയ ഒരു അധികാരം കാണിക്കുന്ന ഒരു കസേര അദ്ദേഹം സ്വന്തമാക്കിയോ ഒന്ന് പരിശോധിച്ച് നോക്കൂ. എന്താണ് അദ്ദേഹം നേടിയത് അതുകൊണ്ട്? ഇങ്ങനെ ആളുകൾ അതിസമർത്ഥമായിട്ട് ഈ വിധത്തില് ആളുകളെ കൂടെ കൂട്ടി നേതാവായിട്ട് എന്ത് നേട്ടമുണ്ടാക്കി? ഒരു മിനുസമുള്ള ഒരു മെത്തയിൽ കിടക്കുന്ന ഒരു അവസ്ഥയെങ്കിലും അദ്ദേഹത്തിന് ഉണ്ടായോ എന്നത് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. അപ്പൊ നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഒരാളെ സൂക്ഷ്മമായിട്ട് നിങ്ങൾ പഠിക്കി, എന്നിട്ട് നിങ്ങൾ തീരുമാനത്തിലേക്ക് വന്നോളൂ. അതില് നമ്മള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ പൂർണ്ണമായിട്ട് വിശ്വാസമുള്ള ആളുകളാണ്. നമ്മൾ പറയുന്നത് നിങ്ങൾ കേൾക്കണ്ട. ചരിത്രത്തില് നബിയെ അതികഠിനമായി എതിർക്കുകയും വിമർശിക്കുകയും ഒക്കെ ചെയ്ത ആളുകൾ പോലും, പ്രത്യേകിച്ച് പടിഞ്ഞാറൻ ഓറിയന്റലിസ്റ്റുകൾ പോലും എഴുതി വെച്ചിരിക്കുന്ന നബിയുടെ ചരിത്രം ഒന്ന് വായിച്ചു നോക്കൂ. നിങ്ങൾക്ക് ബോധ്യപ്പെടും പല കാര്യങ്ങളും. ഇനി മറ്റൊരു കാര്യം, ഈ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചമച്ചുണ്ടാക്കിയതാണെന്നാണല്ലോ ഇദ്ദേഹത്തിന്റെ അടിസ്ഥാനപരമായ അനുമാനം. അല്ല ഇല്ല, റിസാലത്ത് എന്നൊരു വിഷയവും ഇല്ല എങ്കിൽ പിന്നെ ഈ ഖുർആൻ എന്താണ്? മുഹമ്മദ് നബി ഉണ്ടാക്കിയതാണെന്നാണ് അല്ലെ? ലോക ചരിത്രത്തിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു സാഹിത്യ രൂപം ഒരാള് രൂപകൽപ്പന ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അതിനെ അനുകരിച്ചുകൊണ്ടും അതിനേക്കാൾ മെച്ചപ്പെട്ടതും അതിനെ വെല്ലുവിളിച്ചുകൊണ്ടും ഒക്കെ അതേ വിധത്തിലൊക്കെയുള്ള സാഹിത്യ രചനകൾ നടത്താത്ത ഏതെങ്കിലും ലോകത്ത് നിലനിൽക്കുന്നുണ്ടോ? നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. ഏതെങ്കിലും ഒരു പ്രത്യേക തരം സാഹിത്യ രചന നടത്തിയിട്ട് അത് യുണീക്കായിട്ട് നിലകൊള്ളുകയാണ്. പിന്നെ ഒരാളും അതുപോലെയുള്ളത് ഉണ്ടാക്കാൻ മുതിർന്നു വരുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. ലോക ചരിത്രത്തിൽ ഖുർആനെ പോലെ എത്ര വേറെയുണ്ട്?
നബി ചമച്ചുണ്ടാക്കിയ ഒരു ഗ്രന്ഥമാണ് ഖുർആൻ എങ്കിൽ നബിയെ പോലെ മറ്റു പലർക്കും ഇതുണ്ടാക്കാൻ സാധിക്കേണ്ടതല്ലേ? ഷേക്സ്പിയർ നാടകം എഴുതിയ വിധത്തിൽ എത്ര ആളുകൾ നാടകങ്ങൾ എഴുതാൻ രംഗത്ത് വരികയുണ്ടായി? ഷേക്സ്പിയർ സോണറ്റ് എഴുതിയ വിധത്തിൽ എത്ര സോണറ്റുകൾ ആളുകൾ എഴുതി തയ്യാറാക്കിയിട്ടുണ്ട്? ഒരു മലയാളത്തിൽ ഒരു മാപ്പിളപ്പാട്ട് ഇറങ്ങിയാൽ അതിന് പാരഡി ആയിട്ട് എത്ര പാട്ടുകളാണ് ഇറങ്ങുന്നത്? ഇത് മനുഷ്യന്റെ കഴിവ് ആയിരുന്നുവെങ്കിൽ ഇതുപോലെയുള്ളത് കൊണ്ടുവരാൻ ആയിരക്കണക്കിന് ആളുകൾക്ക് സാധിക്കേണ്ടതായിരുന്നു. ഒരാള് പോലും ഇതിലൊരു 10 വരികൾക്ക് സമാനമായത് പോലും പറയാനോ എഴുതാനോ കഴിഞ്ഞതായിട്ട് ലോക ചരിത്രത്തിൽ കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് ബാക്കി നിങ്ങളുടെ അന്വേഷണത്തിന് വിടുകയാണ് ഇങ്ങനെ കാര്യം. വേറെ ഒരെണ്ണം പീസ്ലബിൻ എന്ന പ്രൊഫൈലിൽ നിന്ന് വന്നതാണ്. അളവ് തൂക്കങ്ങൾ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വളർന്നു വികസിച്ചിട്ടുണ്ട്. അറബികളോട് ഇതൊക്കെ ഒരു മനുഷ്യൻ വഴി ദൈവം സ്വയം പറഞ്ഞു കൊടുക്കേണ്ട സ്ഥിതി എങ്ങനെ ഉണ്ടായി എന്നതാണ് ചോദ്യം. ലോകത്ത് എല്ലാ ഭൂപ്രദേശങ്ങളിലേക്കും പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. അവരൊക്കെ പഠിപ്പിച്ച പാഠഭാഗങ്ങളുടെ ഭാഗം തന്നെയാണ് ഈ അളവ് തൂക്കം ഒക്കെ ക്രമപ്പെടുത്തുക എന്നത്. അതുകൊണ്ട് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും അതിന് ചില മാർഗദർശകമായ കാര്യങ്ങളൊക്കെ നിലവിൽ വന്നിട്ടുണ്ടാകും. അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ അവിടങ്ങളിലൊക്കെ നിൽക്കുന്നുണ്ടാവും. അറബികളെ സംബന്ധിച്ചിടത്തോളം നൂറ്റാണ്ടുകളോളം അവർക്ക് ഒരു പ്രവാചകന്റെ മാർഗദർശനം കിട്ടാതെ നിന്നിരുന്ന ഒരു സമൂഹമാണ്. ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന്റെ കാലശേഷം പിന്നീട് ആ സമൂഹത്തിലേക്ക് ഒരു പ്രവാചകനായിട്ട് വരുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. ദീർഘമായ ഒരു കാലം അവര് വല്ലാത്ത കുത്തഴിഞ്ഞ ജീവിതത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം യഹൂദ മതവും ക്രൈസ്തവ മതവും ഒക്കെ ആയിട്ട് അവര് കേട്ടും കണ്ടും അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് അവരിലേക്ക് അവരുടേതായി എത്തിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപൂർവം ചില ആളുകൾ മാത്രമാണ് അങ്ങനെ അതൊക്കെ അന്വേഷിച്ച് മനസ്സിലാക്കി പോയിട്ടുണ്ടായിരുന്നത്. അവരുടെ സാംസ്കാരികമായി ഒക്കെ വലിയ തകർച്ച അതിന്റെ ഫലമായിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇനി ഇത് അളവ് തൂക്കം ഒക്കെ വളരെ കൃത്യമായിട്ട് നടപ്പിലാക്കപ്പെട്ട നമ്മുടെ സമൂഹത്തിൽ പോലും മനുഷ്യർക്കിടയിലുള്ള പ്രവണത എന്താണെന്നൊന്ന് അന്വേഷിച്ച് നോക്കൂ. ഈ തൂക്കവും അളത്തവും ഒക്കെ ക്രമപ്പെടുത്തുന്നത് അതിൽ വല്ല കൃത്രിമം ഉണ്ടാക്കുന്നുണ്ടോ എന്ന് നോക്കാൻ മാത്രമായിട്ട് നമ്മുടെ ഭരണകൂടം എത്ര ഉദ്യോഗസ്ഥന്മാരെ നിശ്ചയിച്ചിട്ടുണ്ട് എന്നുള്ളതൊന്ന് പരിശോധിക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും മനുഷ്യ സമൂഹത്തില് ഈ അളത്തത്തിലും തൂക്കത്തിലും ഒക്കെ കൃത്രിമം കാണിക്കാനും കമ്പോളത്തിനെ അട്ടിമറിക്കുന്ന വിധത്തിലുള്ള പല സംഗതികളും ചെയ്ത് ലാഭം ഉണ്ടാക്കാനും ഒക്കെ ശ്രമിക്കുന്ന ഒരുപാട് അത്തരം പ്രവണതകൾ ധാരാളം സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നത്. ഇത് മനുഷ്യ സമൂഹത്തിന്റെ ഒരു പ്രവണതയാണ്. സ്വാഭാവികമായിട്ടും അതിനെ തിരുത്താനും ക്രമപ്പെടുത്താനും അതിനെ കൂടുതൽ ശക്തിപ്പെടുത്താനും ഒക്കെ ആയിട്ട് നിരന്തരം ശ്രമങ്ങൾ വേണ്ടിവരും. അതിന്റെ ഭാഗമായിട്ട് ചരിത്രത്തിന്റെ നിർണായകമായ ഒരു ഘട്ടത്തില് വിശുദ്ധ ഖുർആനിലൂടെ നൽകപ്പെട്ട നിർദ്ദേശങ്ങളാണ് ഇവിടെ നമ്മൾ വായിച്ചിട്ടുള്ളത്. അത് അറബികൾക്ക് മാത്രമുള്ളതാണ് എന്നാരും തെറ്റിദ്ധരിക്കേണ്ട. മുഴുവൻ മനുഷ്യരും പാലിക്കേണ്ട നിയമങ്ങളും നിർദ്ദേശങ്ങളുമാണിത് എന്ന് സൂചിപ്പിക്കുകയാണ്. പീസ് ലവിംഗ് പ്രൊഫൈലിന് വന്ന മറ്റൊരു സംഗതി, കള്ളവും ചതിയുമില്ലാത്ത ഒരു ലോകം മലയാളികൾക്ക് ഒരു മിത്താണ്. അത് ആഘോഷമാക്കുന്നവരാണ് മലയാളികൾ. മഹാബലി ഭരിച്ചിരുന്ന കാലം എത്രയോ പുരാതനമാണ്. അത് മനുഷ്യരുടെ ധർമ്മവും നീതിയും പുലർന്നിരുന്ന കാലത്തെക്കുറിച്ചുള്ള സൂചനയാകുന്നു എന്നാണ് ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. അതൊക്കെ അതിനോടൊന്നും നമുക്ക് യാതൊരു വിയോജിപ്പുമില്ല. അത് മഹാബലി അങ്ങനെ ഒരു ഐതിഹ്യം കേരളത്തിലുണ്ട്. അതിനെക്കുറിച്ചുള്ള പല സങ്കല്പങ്ങളും പല വിശദീകരണങ്ങളും വ്യത്യസ്തമായ ചരിത്ര വീക്ഷണങ്ങളും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. ഒരു സാധ്യത ഏതോ ഒരു ഘട്ടത്തിലെ ധർമ്മവും നീതിയും അനുശാസിച്ചിരുന്ന ഒരു മാർഗദർശിയുടെ പിൻഗാമിയായിട്ട് നിലകൊണ്ടിരുന്ന ഒരാളായിരുന്നിരിക്കണം മഹാബലി എന്നതാണ്. അദ്ദേഹം പഠിപ്പിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന മൂല്യങ്ങള് ദൈവികമായ മാർഗദർശനം നൽകപ്പെട്ട ഏതോ സമൂഹത്തിന്റെ വിശ്വാസപരവും ധർമ്മപരവുമായിട്ടുള്ള ആശയങ്ങളുടെ അവശിഷ്ടങ്ങൾ തന്നെ ആവാനാണ് സാധ്യത. കാരണം ഭൂമുഖത്ത് ഏത് മുക്കുമൂലയിലും നിലനിൽക്കുന്ന ഏത് നന്മയും, ഞാനൊരു പ്രസ്താവന വീണ്ടും ശക്തമായിട്ട് അവതരിപ്പിക്കുകയാണ്, ഭൂമിയിൽ ഏതേത് പ്രദേശങ്ങളിൽ എന്ത് നന്മയുണ്ടെങ്കിലും അതൊക്കെയും തന്നെ പഠിപ്പിച്ചിട്ടുള്ളത് പ്രവാചകന്മാരും ആ
പ്രക്രിയയിലൂടെയുമാണ്, ആ മാർഗത്തിലൂടെയാണ് എന്നതാണ് വസ്തുത. വേണമെങ്കിൽ നിങ്ങൾ സൂക്ഷ്മമായിട്ട് അതൊന്ന് പരിശോധിച്ച് നോക്കൂ. ഏത് നന്മ എന്ന് വിളിക്കാവുന്ന എന്ത് എവിടെ കാണുന്നുണ്ടെങ്കിലും അത് എങ്ങനെ ഉണ്ടായി എന്നത് പരിശോധിച്ചാൽ അത് ഏതെങ്കിലും ഒരു പ്രവാചകനിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കും എന്നത് ആണ് ഒരു വസ്തുത. ഞാൻ ആ ചോദ്യം അവിടെ അവസാനിപ്പിക്കുകയാണ്. അതിനൊന്നും നമുക്ക് യാതൊരു അഭിപ്രായ ഭിന്നതയും വേണ്ടതില്ല. പിന്നെ ഒരു ചോദ്യം പീസ് ലവിംഗ് പ്രൊഫൈലിന് തന്നെ വന്നിട്ടുള്ളതാണ്. രക്തസാക്ഷിത്വത്തിനെ ആനന്ദമായും ലക്ഷ്യമായും കാണുന്നതാണ് ഈ സമൂഹത്തിന്റെ ഇന്നത്തെ ഒറ്റപ്പെടലിന്റെ പ്രധാന കാരണം. ഈ ഗ്രന്ഥത്തിൽ ഇതൊക്കെയാണ് ഉള്ളത് എന്നത് മതത്തിന്റെ പുറത്ത് ആരും കാര്യമായി അറിഞ്ഞിരുന്നില്ല. പുസ്തക പരിഭാഷകളും സോഷ്യൽ മീഡിയയും വന്നതോടെ ലോകം അവ കണ്ടറിയുന്നു. അതുകൊണ്ടാണ് ഇപ്പോ ഇസ്ലാമിനോട് എല്ലാവരും വിരോധം കാണിക്കുന്നതെന്നാണ് ഇദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ടാവുക. എന്നാൽ ഒരു കാര്യം അദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഈ ഗസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പോരാട്ട ഘട്ടം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിന്റെ ആക്രമണവും ഈ ഹമാസ് നടത്തുന്ന തിരിച്ചടിയും അല്ലെങ്കിൽ ചെറുത്തുനിൽപ്പും ഒക്കെ ഇത് കണ്ടുകൊണ്ട് അതില് അവര് കാണിക്കുന്ന സ്ഥിരചിത്തതയും നിശ്ചയദാർഢ്യവും അർപ്പണബോധവും ഒക്കെ വിലയിരുത്തിക്കൊണ്ട് അമേരിക്കയിലും ഓസ്ട്രേലിയയിലും കാനഡയിലും ഒക്കെ എത്രയോ പേര് സമീപകാലത്ത് ഇസ്ലാം പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ചതായിട്ട് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് നിങ്ങൾ പറയുന്നത് സ്വർഗം ലക്ഷ്യം വെച്ചുകൊണ്ട്, സ്വർഗത്തിലെ ആനന്ദങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഒരു മതമായതുകൊണ്ടാണ് ഇതിന് ആളുകൾ അകന്നു പോകുന്നത്. അങ്ങനെയല്ല. ഒരു കോസിന് വേണ്ടി, അത് സത്യത്തിനു വേണ്ടി നിലകൊള്ളാനും ധർമ്മത്തിനും നീതിക്കും വേണ്ടി പോരാടാനും ഒക്കെ സന്നദ്ധമാവുക എന്നത് ഏറ്റവും മഹോന്നതമായ ഒരു ഗുണമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സമർപ്പണ ബോധത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ ആകൃഷ്ടരായിട്ടാണ് നൂറുകണക്കിന് ആളുകൾ ഈ പ്രദേശങ്ങളിലൊക്കെ ഇസ്ലാമിലേക്ക് ഇപ്പോൾ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാം എന്ന ആളുകൾ അകലുന്നില്ല. സത്യം തേടുന്ന ആളുകൾ ഇസ്ലാമിനെ കണ്ടെത്താൻ നിരന്തരമായി ഇത്തരം അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുകയാണ് ചെയ്യുന്നത് എന്നതാണ് വസ്തുത. പിന്നെ ഖുർആനിൽ ഇതൊന്നും ഇല്ല എന്ന് പറയാൻ ഞാൻ ആളല്ല. ഇത് ഖുർആനിലുള്ള കാര്യം തന്നെയാണ്. മനുഷ്യന് അള്ളാഹു അങ്ങനെ പ്രചോദനം നൽകുന്നുണ്ട്. സത്യത്തിനും നന്മക്കും നീതിക്കും വേണ്ടി അക്രമത്തിനും അനീതിക്കും എതിരിൽ പോരാടാൻ ചില ആളുകൾ സന്നദ്ധരാവുന്നത് കൊണ്ട് മാത്രമാണ് ഭൂമുഖത്ത് നന്മയും അതുപോലെ ധർമ്മവും അതുപോലെ നീതിയും ഒക്കെ പല വിധത്തിലും നിലനിന്നു പോകുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാവരും നിങ്ങളെപ്പോലെ ചിന്തിക്കുന്നവരായിരുന്നുവെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടാൻ കഴിയുമായിരുന്നോ? ഒരിക്കലും ഇല്ലല്ലോ. 300 വർഷങ്ങൾ ഇന്ത്യ അടക്കി വാണ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരിൽ പോരാടാൻ രംഗത്ത് വന്നുകൊണ്ട് കുറെ പേര് മരിക്കാൻ വരെ സന്നദ്ധരായതുകൊണ്ടാണ് അവരെ ഇവിടുന്ന് നമുക്ക് തുരത്തി ഓടിക്കാൻ സാധിച്ചിട്ടുള്ളത്. നിങ്ങളെപ്പോലെ ചിന്തിക്കുന്നവരായിരുന്നെങ്കിൽ എല്ലാവരും മാപ്പ് എഴുതി കൊടുക്കുന്ന ഒരു സമൂഹത്തിന്റെ ഭാഗമായി മാറുമായിരുന്നു എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അപ്പോ ആ വിഷയം അവിടെ അവസാനിപ്പിക്കുകയാണ്. പിന്നെ ഒരു 3 ചോദ്യങ്ങൾ കൂടി ഉണ്ട്. ഇൻഷാ അല്ലാഹ് അത് നാളെ കൈകാര്യം ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.